നമസ്കാരം. എൻ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി സുരേഷ്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൻ്റെയും കളക്ഷൻസാണ്. അതുകൂടാതെ മൊഡാളിൻ്റെ ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. കളക്ഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഷോപ്പ് കോട്ടയത്ത് ടൗണിനടുത്ത് തന്നെയാണ്. അതായത് MC റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം. ഹലോ എവ്രി വൺ, നമുക്ക് ആദ്യം തന്നെ കോട്ടൺ കളക്ഷൻസ് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് ഡിസൈൻസ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സൺഡേ ഫുൾ ഫ്ലോറൽസ് ഒക്കെ ആയിരുന്നു, അപ്പം നല്ല എൻക്വയറി ആയിരുന്നു, നല്ല ഓർഡറും ആയിരുന്നു. എല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് കോട്ടണിൽ നമ്മളെല്ലാം അജ്രക് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കോട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോട്ടൺ കളക്ഷൻസിൽ നമ്മൾ ഇപ്രാവശ്യം അജ്രക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റമാണ്. 44 വിഡ്ത്തിൽ വരുന്ന ഐറ്റമാണ്. 165 ഇതിൻ്റെ പ്രൈസ്. 165 ആണ്. ഇതിന് നമ്മൾ മാച്ചായിട്ട് ആ ഒരു ചിക്കു കളറിലുള്ള നമ്മുടെ സാറ്റിൻ കോട്ടൺ ആണ് പെയർ ചെയ്യുന്നത്. സാറ്റിൻ കോട്ടൻ്റെ പ്രൈസ് 165 പെർ മീറ്റർ ആണ്. ഇനി ഇത് തന്നെ സെയിം ചിക്കു കളർ നമ്മുടെ കയ്യിൽ കോട്ടൺ സ്ലബും അവൈലബിൾ ആണ്. 80 റുപ്പീസിൻ്റെ കോട്ടൺ സ്ലബ് ആകുമ്പം ഒരു സെമി കോട്ടൺ ആയിരിക്കും, പ്യുവർ കോട്ടൺ ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ 80 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കു കളർ നമുക്ക് അതും അവൈലബിൾ ആണ്. അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു ചിക്കു കളറാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ഒരു വെനസ്ഡേ വീഡിയോയിൽ നമ്മൾ ഈ സെയിം അജ്രക് ഡിസൈൻ തന്നെ 120 റുപ്പീസിൻ്റെ കാണിച്ചിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോത്തിൻ്റെ തന്നെയാണ്. രണ്ടും കോട്ടൺ തന്നെയായിരുന്നു. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി കൂടുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിൻ്റെ പ്രിൻറ്റിനും നല്ലൊരു ഇതാണ്, നല്ല എടുത്ത് നിൽക്കണം, നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രിൻറ്റിലും ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും, ക്ലോത്തിലും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഞാൻ എടുത്ത് പറഞ്ഞതാണ്. കാരണം എല്ലാവർക്കും ചിന്തിക്കും നമ്മൾ അത് 120 ആയിരുന്നു, ഇതെന്താ 165 ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഫിനിഷിങ്ങിലും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കണ്ടു, നമ്മൾ മെറൂൺ കണ്ടു, അടുത്തത് ഇപ്പോൾ നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഇതെല്ലാം പ്രൈസ് 165 പെർ മീറ്റർ ആണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് ആദ്യം കണ്ട ചിക്കു കളർ ബോട്ടം പെയർ ചെയ്യാം. അപ്പോൾ ബോട്ടം രണ്ട് ക്വാളിറ്റിയിലുണ്ട് നമുക്ക്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണേ. നമുക്ക് സാറ്റിൻ കോട്ടൺ ആണെങ്കിൽ 165 ആണ്, നമ്മുടെ കോട്ടൺ സ്ലബ് ആണെങ്കിൽ 80 പെർ മീറ്റർ ആണ്. അടുത്തത് നമുക്ക് ഇതിനൊരു മെറൂൺ ദുപ്പട്ട മാച്ചിങ് ആയിട്ട് നമുക്ക് മെറൂൺ ദുപ്പട്ട എടുത്ത് നമ്മൾ ആദ്യം കണ്ട ബ്ലാക്കിനും മാച്ചാണ് കേട്ടോ, നമ്മൾ ഈ ബ്ലൂവിനൊപ്പം കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മെറൂൺ ദുപ്പട്ട വരുന്നത് ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കിൽ 2 എൻഡിലും നല്ലപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒപ്പം അതിനൊരു നല്ലൊരു പാറ്റേണിൽ ഇങ്ങനെ അതിൻ്റെ എൻഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പ് വന്നിട്ട് അങ്ങനെ എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുണ്ട്. ഒരു സ്കാലപ്പ് വർക്ക് പോലെ തന്നെയാണ് അതിൻ്റെ എൻഡ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കും ഇൻ ബിറ്റ്വീനും ഒക്കെ ആ ഒരു ത്രെഡ് കൊണ്ടുള്ള ഡിസൈൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 ആണ്. 250 ആണ് ഈ ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. 2.25 ആണ് ലെങ്ത് വരുന്നത്. അടുത്തത് നമുക്കൊരു ചിക്കു കളർ ദുപ്പട്ടയാണ്. ആ സെയിം ക്ലോത്തിൽ വരുന്ന സെയിം ഡിസൈനും ആണ്. ഇത് നമുക്ക് ആ ചിക്കു കളർ ഇതും നമുക്ക് ഈ ക്ലോത്തിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് എടുക്കാം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലോത്താണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്തിലാണ് ഇപ്രാവശ്യം ഇത് വന്നിരിക്കുന്നത്. 120 റുപ്പീസാണ്, 165 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നമുക്ക് അജ്രക് ഡിസൈൻ തന്നെയാണ്. നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പാറ്റേൺ ആണിത്. നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നതും. റെഡിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ചിക്കു കോമ്പിനേഷനാണ്. ഇനി ഈ ഐറ്റത്തിന് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഐറ്റം പെയർ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ സാറ്റിൻ കോട്ടൺ ആണ് 165ൻ്റെ. ഇനി സെയിം തന്നെ ബ്ലാക്ക് നമുക്ക് കോട്ടൺ സ്ലബിലും അവൈലബിൾ ആണ്. കോട്ടൺ സ്ലബിലാണെങ്കിൽ 80 പെർ മീറ്റർ ആണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് ബ്ലാക്ക് ദുപ്പട്ടയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇതും ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതിൻ്റെ പ്രൈസ് 270 ആണ്. കാരണം ഇതിനൊരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട 250ക്ക് ക്രോഷോ ലേസ് അല്ല, അതിനകത്ത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ത്രെഡ് വർക്കായിരുന്നു ചെയ്ത് പോയിരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഈ ദുപ്പട്ടയുടെ പ്രൈസ് 270 ആണ്.
ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നമ്മൾ വീഡിയോയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മളെ വിന്നേഴ്സ് എല്ലാവരും നമ്മളെ അനൗൺസ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് 1000 rupees വർത്ത് വരുന്ന പ്രൊഡക്ട്സ് നമ്മുടെ ചാനലിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബ്ലാക്കിലാണ് വരുന്നത്. ബ്ലാക്ക് ചിക്കു ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ആ ഒരു കളർ പോകുന്നത്. കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി നമുക്ക് ഇത് ബ്ലൗസായിട്ടും സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പം ഇടാനായിട്ട് നമുക്കിത് ബ്ലൗസാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അടുത്തത് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ്. ഇത് മെറൂൺ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈൻ പ്ലസ് ഒരു മെറൂൺ, അങ്ങനത്തെ ഒരു മെറൂൺ ഷെയ്ഡാണ്. നല്ലാണ്ട് ഒരു റെഡ് കൂടിയിട്ടുള്ളൊരു മെറൂൺ അല്ല, കുറച്ചും കൂടെ ഒരു വൈനിലേക്ക് പോകുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആൻഡ് ചിക്കു ആണ്. അപ്പം നമുക്ക് ചിക്കു അല്ലെങ്കിൽ നേവി ബ്ലൂ ഒക്കെ പെയർ ചെയ്യാം ഇതിൻ്റെ ഒപ്പം. ഇതിൻ്റെയൊക്കെ പ്രൈസ് 165 rupees per meter ആണ്. അടുത്ത ഐറ്റം നമ്മുടെ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 199 ആണ്. 44 വിഡ്ത്ത് വരുന്ന ഐറ്റമാണ്. ഇത് സാരിയായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ഫുൾ എൻറ്റയർ സാരിയിൽ നമുക്ക് ആ ഒരു വർക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഗ്രാൻഡ് ലുക്കായിരിക്കും നമുക്ക് ആ ഒരു സാരി ഉടുത്ത് കഴിയുമ്പോൾ. നമ്മൾ റെഡിമെയ്ഡ് സാരി മേടിക്കുകയാണെങ്കിൽ ആ ഒരു കാണുന്ന പോർഷൻസ് മാത്രം, കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് വരുള്ളൂ. ഇതാകുമ്പോൾ ഫുൾ ബോഡിയിൽ നമുക്ക് ത്രെഡ് വർക്ക് വരുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡിലാണ് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി പോയിരിക്കുന്നത്. ഇതിന് നമുക്ക് ബോട്ടമായിട്ട് പെയർ ചെയ്യാനായിട്ട് നമ്മൾ സാറ്റിൻ കോട്ടൺ ഉണ്ട്. ആ ഒരു വൈൻ ഷെയ്ഡിൽ തന്നെ വരുന്നത് 165 per meter. ഇനിയിപ്പോൾ നമ്മളത് ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ദുപ്പട്ട, നമ്മൾ ആദ്യം കണ്ട ആ ഒരു സെമി സിൽക്ക് ആ ഒരു ചിക്കു കളർ കണ്ടില്ല, അപ്പോൾ അതിൻ്റെ തന്നെ വൈറ്റാണിത്. 250 രൂപയാണ് ദുപ്പട്ടയുടെ പ്രൈസ്. 250 ആണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ആ ദുപ്പട്ടയിൽ പോയിരിക്കുന്നത്. അതിൻ്റെ ആ എൻഡിൽ 2 ബോർഡറിലും കൊടുത്തിരിക്കുന്ന വർക്കാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ഇത് സാരി ആയിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ വൈറ്റ് ഹക്കോബ അവൈലബിൾ ആണ്. ബ്ലൗസായിട്ട് പെയർ ചെയ്യാനായിട്ട് ഹക്കോബ പെയർ ചെയ്ത് നമുക്കിത് സാരി ആക്കാം. അല്ലെങ്കിൽ സെയിം തന്നെ നമുക്ക് ബ്ലൗസ് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് സാരി ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5.5 meter ആണ് സാരിക്ക് വേണ്ടി ആവശ്യം വരുന്നത്. 5.5 meterൻ്റെ പ്രൈസ് വരുന്നത് വെറും 1095 രൂപയാണ് ഒരു സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ. മീറ്റർ പ്രൈസ് 199 ആണ്. ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. നമുക്ക് എപ്പോഴും പെട്ടെന്ന് പോകുന്നൊരു ഐറ്റമാണിത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പം. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ അതേ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന നമ്മുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ബോട്ടം, നമ്മൾ ടോപ്പിനാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിലുള്ള ഈ ലൈൻ വൈറ്റ് ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് പോകുന്നതാണ്. 120 rupees per meter ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിങ്ങനെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ബ്ലൗസ് ആൻഡ് സാരി ആയിട്ട് സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ പ്ലെയിൻ കോട്ട ഫാബ്രിക്കും അവൈലബിൾ ആണ് ബ്ലാക്ക് കളറിൽ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലെയിൻ സാരി ഇട്ടിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്ത ബ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാവുന്നതാണ്. പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ പ്രൈസ് വരുന്നത് 69 ആണ്. വെറും 69 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അടുത്തത് ഇതിൻ്റെ ഒരു കളർ വരുന്നത് നല്ലൊരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ആ വൈറ്റ് എംബ്രോയിഡറിയും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. സാരിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നമുക്കൊരു വൈറ്റ് ഹക്കോബ ബ്ലൗസിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് നമുക്കൊരു ഫംഗ്ഷനിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെ മേക്ക് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു 2 എൻഡിലും ആ ഒരു വൈറ്റ് കളറിലുള്ള ചെറിയൊരു ലേസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. 199 നല്ലൊരു ക്ലോത്താണ്. കാരണം ഇത്രയും ത്രെഡ് വർക്ക്, ഫുൾ ത്രെഡ് വർക്കാണ് നമുക്ക് ആ ഒരു ക്ലോത്തിൽ മുഴുവൻ. ഒരു ചെറിയ ഗ്യാപ്പിലാണ് ആ ത്രെഡ് വർക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്ലോത്തിന് വെറും 199 ആണ് പ്രൈസും വരുന്നുള്ളൂ. ഇനി ഇതിന് നമുക്ക് ബോട്ടമായിട്ട് വൈറ്റ് സാറ്റിൻ കോട്ടൺ അവൈലബിൾ ആണ് 165 rupeesൻ്റെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ സ്ലബും അവൈലബിൾ ആണ്. ഇതാണ് കോട്ടൺ സ്ലബ് 80 rupeesൻ്റെ. അത് പ്യുർ കോട്ടൺ ആയിരിക്കില്ല, സെമി കോട്ടൺ ആയിരിക്കും. അപ്പോൾ അത് 2 ബോട്ടവും നമ്മുടെ കയ്യിൽ ഓഫ് വൈറ്റ് കളറിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ ഒരു യൂഷ്വൽ ഐറ്റം തന്നെയാണ് ഹക്കോബ. ഒരു ഓഫ് വൈറ്റ് കളറിൽ ക്രീം കളറിൽ വരുന്ന ഹക്കോബയാണ്, കോറ കോട്ടണിൽ വരുന്ന ഹക്കോബയാണ്. നല്ല ഹോൾ പാറ്റേൺ ആയിട്ട് ഒരു വെർട്ടിക്കൽ ഡിസൈൻ, നമുക്ക് എപ്പോഴും റെഗുലർ എൻക്വയറി ഉള്ളൊരു ഐറ്റം. ഇത് 275 ആണ് മീറ്റർ പ്രൈസ് വരുന്നത്. ഇത് നമ്മൾ ഇന്ന് കൊണ്ടുവരാൻ കാര്യം, നമ്മളിന്ന് കുറച്ച് മൊഡാൽ ദുപ്പട്ട, നമ്മുടെ ലെങ്ത്തും വിത്തുമുള്ള അല്ല വലിപ്പമുള്ള മൊഡാൽ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം പെയർ ചെയ്യാൻ എപ്പോഴും ഹക്കോബയാണ് ഭംഗി. ഹക്കോബയുടെ കൂടെയാണ് ഈ ദുപ്പട്ട ഏറ്റവും മാച്ച് ആവുന്നത്. നമുക്കൊരു ബ്ലാക്ക് കളറിൻ്റെ ഒപ്പം ഇത് മാച്ചാണ്, പക്ഷെ ഒരു ക്രീമിൻ്റെ ഒപ്പം ആകുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഈ മൊഡാൽ ദുപ്പട്ട നല്ല ലെങ്ത്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ്. ഇതിൻ്റെ പ്രൈസ് 1495 രൂപയാണ്. 1495 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ, ഒരു ബ്രിക്ക് റെഡ്, ഡാർക്ക് ബ്രിക്ക് റെഡ് മെറൂണിനോടുള്ള സാമ്യമുള്ള ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്നു. നല്ല സിമ്പിളായിട്ടുള്ള ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. മൊഡാലിലും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത്രയും കംഫർട്ടും കൂളും ആയിട്ടുള്ളൊരു ഫാബ്രിക്. ഒരിക്കൽ നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു ഫാനായിട്ട് തന്നെ നമ്മൾ മാറും. അത്രയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് മൊഡാൽ. അപ്പോൾ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവർ ഒരാശയെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റം. നമ്മുടെ ഈ ദുപ്പട്ട എടുത്തിട്ട് ചില കസ്റ്റമേഴ്സൊക്കെ അത് കുർത്തി സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോർഡറായിട്ട് വരുന്ന പോർഷനൊക്കെ യോക്കിലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നല്ലൊരു കുർത്തി വരെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനുള്ള വലിപ്പമുള്ള ദുപ്പട്ടയാണിത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. 1500 രൂപയ്ക്ക് നമുക്ക് ഒരു കുർത്തിക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ മെറ്റീരിയലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒറ്റ ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ഈ ബോർഡറൊക്കെ വരുമ്പം ആ ബോർഡറൊക്കെ നമുക്ക് യോക്കിലോ സ്ലീവിലോ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലൊരു മൊഡാലിൻ്റെ കുർത്തി മേക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു. ആ ബ്ലൂവിൽ വൈറ്റ് ഒരു ലീഫ് ഡിസൈൻ ആയിരുന്നു നമ്മൾ കണ്ടത്. എല്ലാ ദുപ്പട്ടയും നല്ല വലുപ്പമുള്ള ദുപ്പട്ടയാണ് പക്ഷെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എല്ലാം അതിൻ്റെ സെയിം ആണ്, 1495. 1495 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബ്ലാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു. അടുത്തതും ഒരു റെയർ ആയിട്ടുള്ളൊരു കളറാണ്, ഒരു ഗ്രേ എന്ന് നമുക്ക് പറയാം, പക്ഷേ അങ്ങനത്തെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേ അല്ല. അതിൻ്റെ ഒപ്പം ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ചാർട്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്, അങ്ങനെ നമുക്ക് കാണാറില്ലാത്തൊരു ഡിസൈനായിരുന്നു. ഇപ്രാവശ്യത്തെ മൊഡാൽ ദുപ്പട്ട എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുമല്ല, എല്ലാത്തിലും നമുക്ക് 2 പീസ് വെച്ചിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ ഡിസൈൻസിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. പിന്നെ ഒരു 2 എണ്ണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് അയക്കേണ്ടതാണ്. കാരണം നമുക്ക് ഒരെണ്ണം ഇല്ലെങ്കിലും അടുത്തത് നമുക്ക് അപ്പം തന്നെ നമുക്ക് തരാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു പിക്ക് അയച്ചിട്ട് നമ്മൾ പിന്നെ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പിക്ക് അയക്കുന്ന നേരം കൊണ്ട് മറ്റേതും ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദുപ്പട്ടയിലും ഇഷ്ടപ്പെട്ട 2 എണ്ണമെങ്കിലും സ്ക്രീൻഷോട്ട് അയക്കേണ്ടതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു ലൈൻ പാറ്റേൺ, സിക്സാക് പാറ്റേൺ ഒക്കെ വരുന്നത്. ഒരു കഷിഷ് ടോണിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല മെറൂൺ കളറിൻ്റെ ഒക്കെ പോലെ ചിക്കു കളറിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ടും ബ്ലാക്കിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ടും ഒക്കെ നല്ലൊരു കളറായിരുന്നു. അടുത്തത് വരുന്നത് സിക്സാഗ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. അതിൻ്റെ ബോർഡേഴ്സ് നല്ല ഫ്ലോറൽസ് ഒക്കെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്നത് സിക്സാക് പാറ്റേണിലായിരുന്നു. ഒരു ബ്ലാക്കാണ് അതിൻ്റെ ബോർഡർ വരുന്നതും. എല്ലാം 1495. നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം നിങ്ങളുടെ മെറ്റീരിയൽ ആണെങ്കിൽ എത്ര മീറ്റർ വേണമെന്നും കൂടെ മെൻഷൻ ചെയ്യണം. അതെന്താണെങ്കിലും മറക്കരുത്. ലൈനിങ് വേണമെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. അടുത്ത ഐറ്റം നമ്മുടെ നെറ്റ് കോട്ടയാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട. പക്ഷേ ഇപ്രാവശ്യത്തെ നെറ്റ് കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ എംബ്രോയിഡറി വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു വർക്കായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ്പായിട്ടുള്ള വർക്കായിരുന്നു. ഇപ്രാവശ്യം ഗ്യാപ്പേ ഇല്ലാണ്ട് നല്ല അടുത്തുള്ള എംബ്രോയിഡറി വർക്കാണ്. പിന്നെ ആ ഒരു 38 വിഡ്ത്തിലാട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നമ്മുടെ 2 എൻഡിലും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് 38 വിഡ്ത്തിലാണ്. 44 വിഡ്ത്ത് തന്നെ ഐറ്റമാണ്, പക്ഷെ 38ലാണ് നമുക്ക് ആ ഒരു വർക്ക് പോർഷൻ വരുന്നത്. സാരിക്ക് എല്ലാവരും കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ ബോർഡർ ഫിനിഷ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് മടക്കി അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈപ്പിംഗ് കൊടുക്കേണ്ടി വരും സാരിക്ക്. ബ്ലൗസായിട്ട് നമുക്ക് ഈ കോട്ടൺ ഫാബ്രിക് പെയർ ചെയ്യാം. 165 ആണ് ബ്ലൗസായിട്ട് കാണിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത്.
നമ്മുടെ ഈ നെറ്റ് കോട്ടയുടെ പ്രൈസ് 199 ആണ്, 199 രൂപയാണ്. ആ ഒരു നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ബോട്ടമായിട്ട് നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ബോട്ടമായിട്ട് ആ കോട്ടൺ ഫാബ്രിക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാം മെറ്റാലിക് ഷെയ്ഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ബ്ലൂയിഷ് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡിലായിരുന്നു. ഇതിനെല്ലാം ഒരു മെറ്റാലിക് ഷെയ്ഡ്സ് എന്നാണ് അവർ പറയുന്നതും. ഗ്രീൻ ആണെങ്കിലും ഒക്കെ ഒരു റെയർ ആയിട്ടുള്ള ഒരു കളർ ചാർട്ടാണ് എല്ലാം വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കളേഴ്സ് അല്ല. നല്ല ഭംഗിയാണ്. ആ സെയിം തന്നെ കളർ ടോണിൽ വരുന്ന ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത്. ഇതിന് നമുക്ക് സെയിം തന്നെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. സാരി ആൻഡ് ബ്ലൗസ് സെയിം കൊടുത്തിട്ട് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ഓഫീസ് വെയർ സാരിയൊക്കെ മേക്ക് ചെയ്യാവുന്നതാണ്. മീറ്റർ പ്രൈസ് 199 ആണ്, 199 രൂപ. അപ്പോൾ സാരിക്കാകുമ്പം 1095 രൂപ വരും. ഇതിന് നമുക്ക് ബ്ലൗസായിട്ട് ഈ ഒരു സെമി ടെസർ ഫാബ്രിക് പെയർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ബോട്ടമായിട്ടോ അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ കുർത്തിയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സെമി ടെസർ ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത് 265 പെർ മീറ്റർ ആണ്, 265 ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് എങ്ങനെ വേണേലും പെയർ ചെയ്യാം. നമുക്ക് ജാക്കറ്റ് കുർത്തിയോ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പോ എങ്ങനെ വേണേലും പെയർ ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഫ്ലോറൽസിൻ്റെ എക്സാക്ട് കളർ ടോണാണ് നമ്മൾ നെറ്റ് കോട്ട വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. നമുക്കൊരു പെട്ടെന്ന് അതിൻ്റെ ഒരു ലുക്കിൽ നമുക്ക് ടെസർ ആണെന്ന് തന്നെ തോന്നുള്ളൂ. പക്ഷേ ഇത് സെമി ടെസർ ഫാബ്രിക്കാണ്. നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതിന് നമുക്കിനി ദുപ്പട്ട നമ്മൾ ആദ്യം കണ്ട നെറ്റ് കോട്ടയ്ക്കും അല്ലെങ്കിൽ ഇതിനും ഒക്കെ നമുക്ക് ഒരേപോലെ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ വരുന്നു. അതിനകത്ത് ചിക്കു കളറിലുള്ള പ്രിൻ്റാണ് പോകുന്നത്. ചെറിയൊരു ഷൈനിങ്, ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണിത്. ഒരു ഡ്യുവൽ ടോൺ കളറാണ്. നമുക്ക് ആ ഒരു ചിക്കു ആൻഡ് ഗ്രീനിൽ ഡ്യുവൽ ടോണിൽ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 220 രൂപയാണ്. 220 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്. ഇനി നമുക്ക് നെറ്റ് കോട്ടയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു പിൻടെക്ക് നമുക്ക് ബോട്ടമായിട്ട് പെയർ ചെയ്യാം. ഈ പിൻടെക് ഫാബ്രിക് നമുക്ക് 38 ആണ് വിഡ്ത്ത് വരുന്നത്, കാരണം അത് സ്റ്റിച്ച് വരുന്നതുകൊണ്ടാണ്. ഇത് നമുക്കിങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു 1/2 മീറ്റർ കട്ട് ചെയ്ത് യോക്കിൽ സെറ്റ് ചെയ്യാം. 195 ആണ് പിൻടെക് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ചാർട്ടാണ്. ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. സാരിക്കൊക്കെ അടിപൊളിയായിരിക്കും. നല്ല സൂപ്പറായിരിക്കും. ഇത് സെയിം തന്നെ സാരിയും ബ്ലൗസും പെയർ ചെയ്താൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ആ ഫുൾ ത്രെഡ് വർക്കാണ് പോകുന്നത്. സൈഡിൽ നമുക്ക് ആ ഒരു ലാവൻഡർ കളർ ലേസും കൂടെ നമുക്ക് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സാരി മേക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് നമ്മൾ പെയർ ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ആ ഒരു ലാവൻഡർ ഡിസൈൻ വരുന്ന ഫ്ലോറൽസ് വരുന്ന ഐറ്റമാണ്. 165 ആണ്. ഇത് നമുക്ക് ബോട്ടമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ഇന്നർ ആൻഡ് ജാക്കറ്റായിട്ട് സെറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കോമ്പിനേഷൻ ചെയ്യാവുന്നതാണ്. നെറ്റ് കോട്ട ഫാബ്രിക്കിൻ്റെ പ്രൈസ് 199 ആണ്, 199 രൂപയാണ്. ഇനി ദുപ്പട്ടയും നമുക്കിതിന് നല്ല മാച്ചിങ് ആയിട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ ഷിഫോൺ ഫാബ്രിക്കിൽ ക്രഷ് ചെയ്ത് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ്. 390 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്, 390 രൂപ. പ്ലെയിൻ ആ ഒരു നെറ്റ് കോട്ടയും അതിൻ്റെ ഒപ്പം ഈ ഒരു ദുപ്പട്ട, ഈ ഒരു പ്രിൻറ്റഡ് ദുപ്പട്ടയും കൂടെ ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇന്ന് നമുക്ക് നെറ്റ് കോട്ടയുടെ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. ഈ നെറ്റ് കോട്ട ഫാൻസ് തന്നെ നമുക്കിപ്പോൾ ഒത്തിരി ഉണ്ട്. കാരണം അത്രയും നമുക്ക് സാരിക്കും കുർത്തിക്കും ഒരേപോലെ നമുക്ക് ഭംഗി കിട്ടണ ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ ലൈനിങ് ആണെങ്കിലും നമുക്ക് കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് കോട്ടണും യൂസ് ചെയ്യാം, ക്രേപ്പ് ഇഷ്ടമുള്ളവർക്ക് ക്രേപ്പും യൂസ് ചെയ്യാം. അങ്ങനെ 2 ലൈനിങ്ങും നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്ന ഒരു ക്ലോത്തും കൂടെയാണ്. ഇതിന് നമുക്ക് ബ്ലൗസായിട്ട് ആ ഒരു സെമി ടെസർ ഫാബ്രിക് അവൈലബിൾ ആണ്. 265 റുപ്പീസ് വരുന്നതാണ് ബ്ലൗസായിട്ട് പെയർ ചെയ്യുന്ന സെമി ടെസർ ഫാബ്രിക്. ഇത് നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്.
പിന്നെ വേണമെങ്കിൽ ബോട്ടമായിട്ട് കുറച്ചും കൂടെ ഒരു ലോ ബഡ്ജറ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓഫ് വൈറ്റിൽ ആ ഒരു കളർ ലൈൻസ് പോകുന്ന ബോട്ടമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. 120 ആണ് ബോട്ടമായിട്ട് കാണിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനൊരു കോമ്പിനേഷൻ ദുപ്പട്ട നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ഒലീവ് ഗ്രീനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്, നമുക്ക് അങ്ങനെയാണ് തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു റയർ ഷെയ്ഡാണ്. അതിൽ നമുക്ക് ആ ഒരു പിങ്ക് കളറിലുള്ള ഡിസൈൻസ് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ ക്രഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ട തന്നെയാണ്. ഒരു റയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും. ഇത് നമുക്ക് വേണം ദുപ്പട്ടയായിട്ട് പെയർ ചെയ്യാം. 390 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്, 390 രൂപ. നെറ്റ് കോട്ടയിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം 44 വിഡ്ത്തിൽ തന്നെ വരുന്ന ഐറ്റമാണ്. പക്ഷെ 38ലാണ് വർക്ക് പോർഷൻ വരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. 500 റുപ്പീസിന് എബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യ പോസ്റ്റ് വഴിയുള്ള ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ബ്ലൗസായിട്ട് പെയർ ചെയ്യുന്നതും ആ കോട്ടൺ ഫാബ്രിക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വൈറ്റ് കളറിൽ ആ ഒരു കളറിൽ ഒലീവ് ആൻഡ് ബ്ലൂ കളറിലുള്ള ഫ്ലോറൽസ് വരുന്നതാണ്. നമുക്കിങ്ങനെ ബോട്ടമായിട്ട് വേണമെങ്കിലും ഇത് പെയർ ചെയ്യാം കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. അല്ലെങ്കിൽ ബ്ലൗസായിട്ട് സാരിക്ക് യൂസ് ചെയ്യുന്നവർക്ക് ബ്ലൗസായിട്ടും പെയർ ചെയ്യാം. നമ്മൾ ഓരോ ഐറ്റവും കൂടെ പെയർ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നല്ലൊരു പ്രീമിയം കോട്ടണിൽ കാന്ത ലൈൻസ് പോകുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇതും ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയും നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ബ്ലൗസ് ആൻഡ് സാരി ഇങ്ങനെയും പെയർ ചെയ്യാവുന്നതാണ്. 199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിന് ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് കളർ ദുപ്പട്ട ഇതിന് പെയർ ചെയ്യാം. ഇതും ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ക്രഷിൽ വരുന്ന ദുപ്പട്ടയാണ്. 390 ആണ് ഇതിൻ്റെ പ്രൈസ്, 390. നെറ്റ് കോട്ടയിൽ തന്നെ വരുന്ന അടുത്തൊരു ഐറ്റമാണിത്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഐറ്റമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്. നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് ചർച്ച് വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്താണ്. സാരിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത്. 199 ആണ് ഇതിൻ്റെ പ്രൈസ്, 199 രൂപയാണ്. 44 ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. ആ ഒരു വർക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. നമുക്കിങ്ങനെ ഒരു വള്ളി ഇങ്ങനെ കയറി പോകുന്ന പോലത്തേക്ക് ഒരു പാറ്റേൺ, നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. മിസ് ചെയ്യാണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യണം. കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം. 199 രൂപയാണ് പ്രൈസ് വരുന്നത്. ദുപ്പട്ട നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു കളർ നമ്മൾ ആദ്യം കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കളേഴ്സും കൂടെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. നമുക്ക് ആ ഒരു ചിക്കു കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക്. ഡ്യുവൽ ടോണിൽ വരുന്ന ദുപ്പട്ടയാണിത്. 220 രൂപയാണ് ദുപ്പട്ടയുടെ പ്രൈസ്, 220 ആണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ നമുക്ക് അനൗൺസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത മാസം, അതായത് ജൂലൈ മാസം നമ്മുടെ 1 ഇയർ ആനിവേഴ്സറിയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 10,000 ആവാനായിട്ട് നമുക്കിനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആ വാർഷികവും നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾക്ക് ഒന്നിച്ച് ആഘോഷിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. അപ്പം അതിന് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു വലിയൊരു ഒരു സപ്പോർട്ടായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ആനിവേഴ്സറിയും പ്ലസ് നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടെ നമുക്ക് ഒന്നിച്ചൊരാഘോഷം, അത് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ആഘോഷം നമുക്ക് നെക്സ്റ്റ് മന്ത്, അതിനുവേണ്ടി നമ്മൾ കുറേ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടി നമുക്ക് കുറേ ഓഫേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ പറയാം. ഗിവ് അവേയുടെ വിന്നേഴ്സ് ചിഞ്ചു സനിൽ കോട്ടയം, ദീപ രാമൻ കോഴിക്കോട്, സുരയ്യ ജെയിൻ തിരുനെൽവേലി. ഇങ്ങനെ 3 പേരാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ചിഞ്ചു സനിൽ കോട്ടയം, ദീപ രാമൻ കോഴിക്കോട്, സുരയ്യ ജെയിൻ തിരുനെൽവേലി. അപ്പോൾ വിന്നേഴ്സിനൊക്കെ കൺഗ്രാജുലേഷൻസ്. അപ്പം നിങ്ങൾ വിന്നേഴ്സായിട്ടുള്ളവർ
ഇതിന് മുന്നേ ഗിവ് അവേയുടെ വിന്നേഴ്സ് ആയിട്ടുള്ളവരും ജസ്റ്റ് നമ്മുടെ കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ഇനിയുള്ള ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. അപ്പം നമ്മൾ എല്ലാ മന്തും നമ്മളിങ്ങനെ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. അപ്പം വിന്നേഴ്സ് ആവാത്ത നമുക്ക് ഒത്തിരി പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാർട്ടിസിപ്പേഷനൊക്കെ. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള താങ്ക് യു ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത മാസങ്ങളിൽ നമ്മൾ ഗിവ് അവേ വെക്കുന്നതാണ്. അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. ഇങ്ങനെ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 220 ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. 220 ആണ്. ആ ഫ്ലവറിൽ നമുക്കൊരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് 2 ബോട്ടം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് നമുക്ക് ആ ഒരു ലൈറ്റ് കളർ ദുപ്പട്ടയുണ്ട്. ഇത് നമ്മുടെ പ്ലെയിൻ ക്രഷിൽ വരുന്ന ദുപ്പട്ടയാണ്. ആ ഒരു 2.5 ലെങ്ത് വരുന്ന 270 രൂപയുടെ ദുപ്പട്ടയാണ്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ലൈറ്റ് കളറായിട്ടും ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ചിക്കൻ വർക്ക് പോലെ പോയിരിക്കുന്നത്. അടുത്ത കളറും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിലും നമുക്ക് ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്രൗണിൻ്റെ കോമ്പിനേഷൻ ആ ഫ്ലവർ ഡിസൈൻസിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ഒന്ന് ശ്രമിക്കണേ. ഇതിന് നമ്മൾ ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നത് സാറ്റിൻ കോട്ടൺ ആണ്. 165 റുപ്പീസിൻ്റെ. ഇത് നമ്മൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ബോട്ടവും ദുപ്പട്ടയും. ദുപ്പട്ടയാണെങ്കിൽ ക്രഷ് ടൈപ്പ് തന്നെയാണ്. 250 രൂപയുടെയാണ്. ഈ ക്രഷ് ഷോൾ നമുക്ക് 2.25 ലെങ്ത് വരുന്നത്. 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇനി നമുക്ക് ഈ ഒരു ഡാർക്ക് ബോട്ടം വേണ്ട, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കോട്ടൺ സ്ലബ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സ്ലബ് ഉണ്ട്. ഇത് 80 റുപ്പീസിൻ്റെയാണ്. 80 രൂപയുടെ മിക്സ് ആയിട്ടുള്ളൊരു സെമി കോട്ടൺ ഫാബ്രിക്കാണ് ഈ ബോട്ടം വരുന്നത്. ഇത് നമ്മുടെ ക്രേപ്പ് ഫാബ്രിക്കാണ്. ബാന്തിനി ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്. 42 വിഡ്ത്താണ് ഈ ഫാബ്രിക്കിന് വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ്. 50 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ക്രേപ്പ് ഫാബ്രിക്കാണ്. നമുക്ക് ടോപ്പിന് നല്ലൊരു ഐറ്റമാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പെട്ടെന്ന് വാഷ് ചെയ്താൽ നമുക്ക് ഉണങ്ങി കിട്ടാനും ഒക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ്. ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് ടോപ്പ് തയ്ക്കാനും പറ്റുന്നതാണ്. കട്ടിയുള്ള ഫാബ്രിക്കാണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളറിലുള്ള ബാന്തിനി പ്രിൻ്റാണ് പോകുന്നത്. 50 റുപ്പീസാണ് മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ ഡിസൈൻസിൻ്റെ വക ഒരു വലിയ താങ്ക്സ് ഉണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബാന്തിനി ഡിസൈനാണ്. ഇത് ഫാബ്രിക് വരുന്നത് ക്രേപ്പാണ്. ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മുടെ പ്ലെയിൻ ക്രേപ്പ് നമുക്ക് അവൈലബിൾ ആണ് ബോട്ടമായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ തന്നെ പ്ലെയിൻ ക്രേപ്പ് നമുക്ക് വേണമെങ്കിൽ ബോട്ടമായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നു. ഒട്ടും കെയർ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ക്രേപ്പ്. നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാണ്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. വാഷ് ചെയ്യാൻ, മെഷീൻ വാഷ് ചെയ്യാം. അങ്ങനെ റഫ് യൂസിന് പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നമ്മുടെ ഈ ക്രേപ്പ് ഫാബ്രിക് വരുന്നത്. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.